ഹലോ ഗൈസ്, കുറേ നാളായില്ലേ നമ്മുടെ ഈ സംഭവം ഇരിക്കണം, ഇതൊന്ന് മാറ്റി പിടിക്കണമല്ലോ. അപ്പോൾ നമ്മളിത് പറിച്ച് കീറി കളയാൻ പോവുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു എൽസയുടെ പടമുള്ളൊരു വാച്ച് മേടിച്ചായിരുന്നു. അതിൻ്റെ ഒരു പെട്ടിയാണിത്. അപ്പോൾ അത് അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ അതിൽ ഈ പണികളൊക്കെ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഇതെല്ലാം പറിച്ച് കളയണം ഗൈസ്. കുറച്ച് പാടുപെടും. ഇത് കണ്ടോ, പറഞ്ഞ് ലൈൻഡാണ്, പുറകിൽ മാത്രമാണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ പേപ്പർ എടുക്കാറുള്ളൂ. A4 ഷീറ്റൊക്കെ വെറുതെ എന്തിനാ കളയുന്നതെന്ന് വിചാരിക്കും. ഭയങ്കര പാടാണ്ടോ. അപ്പോൾ ഇത് പറിച്ച് കയറിയിട്ട് കാണാം. ഇത് കണ്ടോ ഗൈസ്, ഞാൻ ഇത് അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പേപ്പറാണ് സത്യം പറഞ്ഞത്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, പ്ലെയിൻ ആണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതാണ് ഞാൻ പേപ്പർ യൂസ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ കറക്റ്റ് സൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഗൈസ് നമ്മളിത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒട്ടിച്ചെടുത്തതിൻ്റെ പാടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ അകം അധികം അത്ര നല്ലതൊന്നുമല്ല. ഈ ബാക്കി വന്ന എക്സസൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലെ you can cut like this. ഇങ്ങനെ മുകളിലോട്ട് കട്ട് ചെയ്ത് വരികയാണ് കേട്ടോ. എനിക്കധികം കാണാൻ പറ്റുന്നൊന്നുമില്ല. ഇങ്ങനെ താഴോട്ടാക്കാം ഗൈസ്, ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ. എൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അറ്റം ഇങ്ങനെ വെച്ച് സെറ്റാക്കാം. അത്ര കൂടിപ്പോയൊന്നും വേണ്ട കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പണി പാടുന്നതായിരിക്കും. ഞാൻ പിന്നെ നേരെ ആക്കാൻ പറ്റില്ല, ഇങ്ങനെ വെച്ച് ഫുള്ളങ്ങ് സെറ്റാക്കി. അമ്മേ താഴെ പോയി ഗൈസ്, എന്ത് ചെയ്യാനാ. ഇങ്ങനെ ഓരോന്നും വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. ഒരെണ്ണം കയറി പോന്നു, എന്ത് ചെയ്യാനാണ് നമുക്ക്. എൻ്റെ കയ്യിൽ ടേപ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഗ്ലൂ ഉണ്ട്, ഫെവിക്കോൾ കുറച്ച് പറ്റി, അതുകൊണ്ട് അത് എനിക്ക് നിൽക്കുന്നില്ല ഗൈസ്. എല്ലാം ചെയ്യാം. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്, അതൊക്കെ മതി. അപ്പോൾ ഇങ്ങനെ പരന്ന് സെറ്റാക്കാം. ഇനി നമുക്കിങ്ങനെ ഡിസൈനൊക്കെ അല്ലേ വേണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ലാവൻഡറാണ് കേട്ടോ, ലൈറ്റാണ്. പക്ഷേ ക്യാമറയിൽ നോക്കുമ്പോൾ ഡാർക്കായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ. സത്യം പറഞ്ഞാൽ അത് ലൈറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇത് ഇനി സെറ്റായി വരുമ്പോൾ ഒരു സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കണ്ടോ ഗൈസ്, ഇങ്ങനെ നമുക്ക് ഇട്ടെടുക്കുക കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കത് ഇതിൻ്റെ അകത്തും കൂടെ ഇങ്ങനെ ലാവൻഡർ കളർ വെച്ചിട്ട്, ലാവൻഡർ അല്ലെങ്കിൽ ലൈറ്റ് പർപ്പിളാണ്. ഞാൻ ലാവൻഡർ എന്ന് അങ്ങനെ പറയാൻ പറ്റൂല കേട്ടോ, ഇത് ലൈറ്റ് പർപ്പിളും കൂടെയാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ലൈറ്റാണ്, നല്ല ലൈറ്റാണ്. പക്ഷേ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് ഡാർക്കായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കും ഡാർക്കായിട്ടാണ് കാണുന്നത്. നല്ല ലൈറ്റാണ് കേട്ടോ, ലൈറ്റ് കളറാണ്. ഇതിൻ്റെ അകത്തും കൂടെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചുറ്റും ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആക്കി കൊടുത്തു കേട്ടോ. കണ്ടോ, ഈ കളറാണ്. കണ്ടോ, ഇപ്പോൾ ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ലൈറ്റ് കളർ കാണാൻ പറ്റുന്നുണ്ട്. ഈ കളറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് കാണുന്നത്. ചിലപ്പോൾ 2 കോട്ട് അടിച്ചുകൊണ്ട് ആയിരിക്കും. ഇങ്ങനെ ഗൈസ് ഇങ്ങനെ കൊടുത്തു. ഇനിയും വേണ്ട ഡിസൈനൊക്കെ വേണം. നമുക്ക് ഇവിടെ ആയിട്ടൊരു ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. എത്ര പേർക്ക് കവായി സ്റ്റിക്കർ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യേ. കണ്ടോ, എയർ ബബിൾസ് ഒക്കെ കളയണം. അതിനായിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് കളയാം. ഇങ്ങനെ സ്ക്രാച്ച് വീഴും.
അതുകൊണ്ട് വേണ്ട. ഇനി നമുക്ക് ഇത് കണ്ടോ, ഒരു മാക്രോൺസ് ഒട്ടിച്ചു കൊടുക്കാം ഈ സൈഡിലായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് മാക്രോൺസ്, പക്ഷേ ഞാൻ ഇതിലായിട്ടും കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് ഇവിടെ ആയിട്ടൊരു ക്യൂട്ട് ഹാർട്ടിൻ്റെ ഒരു ലാമ്പ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങനെ നമുക്ക് ഒട്ടിക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇവിടെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ട് ഫൈനൽ ലുക്ക് ഇപ്പോഴാണ് ഫൈനൽ ലുക്ക് റെഡിയായ. ഇവിടെ ഒരു ഐസ്ക്രീം കൊണ്ട് ഒട്ടിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.